ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു H4 മ്യൂസിക്. ഞാൻ ഹജീബ് ഖാൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജിറാഫിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. അപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ജിറാഫിനെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ കണ്ടിട്ടുള്ളവരിൽ ഭൂരിഭാഗവും പേരും അതിനെ കണ്ടിട്ടുള്ളത് കാഴ്ച ബംഗ്ലാവിൽ നിന്നായിരിക്കും. ശരിയല്ലേ? ജിറാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉയരം തന്നെയാണ്. അതെ, ഭൂമിയിലെ കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ മൃഗം എന്ന് പറയുന്നത് ജിറാഫാണ്. അതിൻ്റെ ഉയരത്തിൻ്റെ കാരണവും നമുക്കറിയാം. അതിൻ്റെ കഴുത്തിൻ്റെ നീളമാണ് അതിന് ഏറ്റവും ഉയരമുള്ള മൃഗമാക്കി മാറ്റിയത്. അതിൻ്റെ കഴുത്തിൻ്റെ നീളം എടുക്കുകയാണെങ്കിൽ ഏകദേശം 6 അടി മുതൽ 8 അടിയോളം അതിൻ്റെ കഴുത്തിന് നീളം വരുന്നുണ്ട്. ഈ ജിറാഫിൻ്റെ മൊത്തം ഉയരം എടുക്കുകയാണെങ്കിൽ 16 അടി മുതൽ 18 അടിയോളം ഇതിന് ഉയരം വരുന്നുണ്ട്. ഇതിൻ്റെ ഭാരം പറയുകയാണെങ്കിൽ 1100 കിലോ മുതൽ 1900 കിലോ വരെ ഇതിന് ഭാരം വരുന്നുണ്ട്. ഈ ഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഒരു ദിവസത്തിൽ ഭൂരിഭാഗവും സമയവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് കഴിക്കുന്നതാണെങ്കിൽ ഭൂരിഭാഗവും ഇലഭക്ഷണമാണ്. അതിൽ തന്നെ അക്കേഷ്യ മരത്തിൻ്റെ ഇലകളാണ് ഇതിന് കൂടുതലും കഴിക്കാൻ യോഗ്യമായിട്ടുള്ളത്. അക്കേഷ്യ മരത്തിൻ്റെ ഇലകൾ കഴിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളതും ഈ മൃഗം തന്നെയാണ്. കാരണം ഇതിൻ്റെ കഴുത്ത് ഉയരമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് അക്കേഷ്യ മരത്തിൻ്റെ ഇലകൾ കഴിക്കാൻ പറ്റുന്നത്. കാരണം അത് ഉയരത്തിലാണ് നിൽക്കുന്നുണ്ടാവുക. മാത്രമല്ല അതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ നാവ് കൊണ്ട് ഉരിഞ്ഞാണ് അത് കഴിക്കുന്നത്. ഇതിൻ്റെ നാവിനും പ്രത്യേകതയുണ്ട്. നമുക്ക് നാവിലേക്ക് വരാം. ഇതിൻ്റെ നാവ് എടുക്കുകയാണെങ്കിൽ 20 ഇഞ്ചോളം നീളം ഈ നാവിന് വരുന്നുണ്ട്. മാത്രമല്ല കടുത്ത പർപ്പിൾ നിറമുള്ള നാവാണ് ജിറാഫിനുള്ളത്. ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്രയും നീളമുള്ള നാവ് നീട്ടുമ്പോൾ അതിന് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി സൺബ്ലോക്കായി പ്രവർത്തിക്കുകയും കൂടി ഈ നാവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കടുത്ത പർപ്പിൾ നിറമുള്ളത്. ഇതിൻ്റെ ഈ നാവ് കൊണ്ട് ഈ അക്കേഷ്യ ഇലകൾ ഉരിഞ്ഞാണ് ഇത് കഴിക്കുന്നത്. നാവിന് നീളമുള്ള മറ്റു പല ജീവികളുണ്ടെങ്കിലും ഇത്തരം ഷേപ്പിൽ ഇത്രയും നീളമുള്ള നാവുകളുള്ളത് ജിറാഫിന് മാത്രമാണ്. പിന്നെ അതിൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് 2 അടിയോളം വലുപ്പമുണ്ട്. മാത്രമല്ല 25 പൗണ്ടോളം ഭാരവുമുണ്ട്. ഈ ഹൃദയത്തിന് ഇത്ര വലുപ്പം മാത്രമല്ല, ഇതിന് ശക്തിയുമുണ്ട്. കാരണം ഇതിൻ്റെ ഉയരം കൂടിയ അല്ലെങ്കിൽ നീളം കൂടിയ കഴുത്തുള്ളത് കൊണ്ട് ഇത്രയും ഹൈറ്റിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ ഇതിന് മനുഷ്യ ശരീരത്തിനെക്കാട്ടിയും 2 ഇരട്ടിയോളം ശക്തിയുണ്ട്. കാരണം ഇത്രയും ഉയരം കൂടിയ ഇതിൻ്റെ കഴുത്ത് നിൽക്കുന്നു, അതിൻ്റെ അറ്റത്താണ് ഇതിൻ്റെ തല നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പ്രത്യേകത അറിയാലോ. ഭൂമിയിലേക്ക് ആവാഹിച്ചുകൊണ്ടേയിരിക്കും, ഭൂമിയിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന് ഇത്രയും ഹൈറ്റുള്ള കഴുത്തിനെ പിടിച്ചു നിർത്തണമെങ്കിൽ രക്തം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത്രയും ശക്തിയുള്ള ഹൃദയമാണ് ഇതിനുള്ളത്. ഉയരമുള്ള മൃഗമാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതിനുണ്ട്. ഇതൊന്ന് വെള്ളം കുടിക്കാൻ ഇതിൻ്റെ കഴുത്ത് താത്തണമെങ്കിൽ നേരിട്ട് താഴ്ത്തിയാൽ അതിന് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 2 കാലുകളും അകത്തി വെച്ച് കഴുത്ത് താഴ്ത്തിയിട്ടാണ് വെള്ളം കുടിക്കാറ്, അല്ലെങ്കിൽ താഴെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറ്. അതല്ലെങ്കിൽ ഇതിന് മുട്ടുകുത്തി നിന്നാൽ മാത്രമേ താഴെയുള്ള സാധനങ്ങൾ എടുക്കാനോ കഴിക്കാനോ പറ്റുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കുട്ടികളാണെങ്കിൽ, ജിറാഫിൻ്റെ കുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് തന്നെ കഴുത്ത് മടക്കി തല ശരീരത്തിൽ തന്നെ അമർത്തി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അതേസമയം മുതിർന്ന ജിറാഫുകളാണെങ്കിൽ അവർ നിന്നിട്ടാണ് ഉറങ്ങുന്നത്. അവർ ഇരുന്നിട്ടോ കിടന്നിട്ടോ ഉറങ്ങാറില്ല, നിന്നിട്ടാണ് ഉറങ്ങുന്നത്. അവരെ ആക്രമിക്കാൻ മറ്റു മൃഗങ്ങൾ വരുമോ എന്ന പേടി കൂടിയാണ് ഇവർ നിന്നിട്ട് ഉറങ്ങാനുള്ള കാരണം. പിന്നെ ഇവരുടെ ഉറക്കത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ദിവസം, അതായത് 24 മണിക്കൂറിൽ ആകെ 30 മിനിറ്റ് മാത്രമാണ് ജിറാഫുകൾ ഉറങ്ങാറുള്ളത്. വെറും 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്ന മറ്റു ജീവികളുമുണ്ട്. എന്നാലും മൃഗങ്ങളിൽ വളരെ കുറച്ചുറങ്ങുന്ന ഒരു മൃഗമാണ് ജിറാഫ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ഭാരം നിലനിർത്താനാണ്. അതേപോലെ വെള്ളം കുടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു. ഈ വെള്ളം കുടിക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. എന്നാൽ വേറൊരു പ്രത്യേകതയുള്ളത്, കുറച്ച് ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവർ വെള്ളം കുടിക്കുന്നത്. ഒരു തവണ വെള്ളം കുടിച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് വെള്ളം അവർ കുടിക്കാറില്ല. അങ്ങനെയാണ് അവരുടെ ഭക്ഷണ പ്രകൃതി.
പിന്നെ ജിറാഫിന്റെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏകദേശം 6 അടിയോളം ഉയരത്തിൽ നിന്ന് താഴേക്കാണ് അത് വീഴുന്നത്. അതിനുശേഷം അതേ ദിവസം തന്നെ അത് എനിച്ച് ഓടാനുള്ള പ്രാപ്തി നേടുന്നു. ഓടാനുള്ള പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടാനുള്ള പ്രാപ്തി നേടുന്നു. അത്രയും വേഗത്തിൽ ഓടാനുള്ള കപ്പാസിറ്റി ജിറാഫിനുണ്ട്. ഒരു വലിയ ജിറാഫ് ആണെങ്കിൽ അത്യാവശ്യം വേഗത്തിൽ ഓടാൻ അതിന് സാധിക്കും. പിന്നെ ജിറാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ശക്തിയുള്ള ജീവിയാണ്. ഇതിനെ ഉപദ്രവിക്കാൻ മറ്റു മൃഗങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സിംഹം വരികയാണെങ്കിൽ ഇത് കാലുകൊണ്ട് തൊഴിക്കും. ഈ കാലുകൊണ്ടുള്ള അടിയിൽ ഒരു സിംഹത്തിന്റെ തല അറ്റു പോവാൻ മാത്രം പാകത്തിലുള്ള ശക്തി ഉണ്ടായിരിക്കുന്ന പറയുന്നത്. അത് ചിലപ്പോൾ അതിന്റെ മേത്ത് തട്ടാം, ചിലപ്പോൾ തെറിച്ചു പോവാം. പക്ഷെ അതിന്റെ ചവിട്ടുന്ന ശക്തി എന്ന് പറയുന്ന ഒരു സിംഹത്തിന്റെ തല അറ്റു പോവാൻ മാത്രം പവറുള്ള ശക്തി ഉണ്ട് അതിന്. പിന്നെ ജിറാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ശരീരത്തിലുള്ള ഡിസൈൻ. ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ജിറാഫിന് ഉള്ള ഡിസൈൻ മറ്റൊരു ജിറാഫിന് ഉണ്ടാവില്ല. നമ്മുടെ കൈരേഖ പോലെയാണ് ജിറാഫിന്റെ ഡിസൈൻ. അതിപ്പോൾ നമ്മൾ സീബ്രയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ജിറാഫ് എന്ന് പറഞ്ഞാൽ ആ ഡിസൈനിലുള്ളത് അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൈരേഖ പോലെ തന്നെ അതിനും ഒരൊറ്റ ജിറാഫിനെ ഒരു ഡിസൈൻ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഭക്ഷണത്തിന്റെ കാര്യം വന്നല്ലോ. ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് കഴിക്കുന്നത് ഏകദേശം 35 കിലോ മുതൽ 45 കിലോ വരെ ഒരു ദിവസം ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ ജിറാഫുകൾ പൊതുവെ ശബ്ദം ഉണ്ടാക്കാറില്ല. മറ്റു ജീവികളെ പോലെ ഏതു നേരം ശബ്ദം ഉണ്ടാക്കാറ് ഇല്ല. എന്നാൽ അവർക്ക് ശബ്ദമില്ലാത്തൊരു ജീവിയല്ല. അവരുടെ ഫ്രണ്ട്സുമായോ അല്ലെങ്കിൽ കൂടെയുള്ള ജിറാഫുകളുമായോ എപ്പോഴും അവർ സംസാരിക്കുന്നുണ്ട്. ആ ശബ്ദം അവരുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥകളൊക്കെ വരുമ്പോൾ അവർ ഒച്ച ഉണ്ടാക്കും. എന്നാലും പൊതുവെ മറ്റുള്ള ജീവികളെക്കാൾ ഒച്ച കുറവാണ്, അല്ലെങ്കിൽ ശബ്ദം കുറവാണ് ഇവർക്ക്. അങ്ങനെ മറ്റുള്ള ജീവികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു ജീവിയാണ് ജിറാഫ്. അപ്പോൾ ജിറാഫിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ജിറാഫിന്റെ മറ്റുള്ള സവിശേഷതകൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Goodbye.